എന്റെ ഹൃദയം ശരിക്കും എന്ന് പറഞ്ഞാലും കാഞ്ഞിരപ്പള്ളി തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ നാട് വിട്ടു പോയത്? ഞാൻ ആലോചിച്ചപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയില് നിങ്ങളൊക്കെ സ്നേഹിക്കുന്നു. നമുക്ക് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ സാധിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല. കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിന് മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അൽഫോൺസ് കണ്ണന്താനം കാഞ്ഞിരപ്പള്ളിയിൽ കാണിക്കുന്നത് പോലെ അത്ഭുതങ്ങൾ ബാക്കി MLA-മാർക്കും എന്തുകൊണ്ട് കാണിച്ചുകൂടാ എന്ന് അദ്ദേഹത്തിന് ബഡ്ജറ്റ് പ്രസംഗത്തിന് മറുപടിയിൽ അദ്ദേഹം പറഞ്ഞതായി. ഇന്നും എന്റെ രേഖ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ കാണാം. ഇതൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിച്ചു, കാഞ്ഞിരപ്പള്ളി നമുക്കിവിടെ അത്ഭുതം നടത്താൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊരു തോന്നല്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോഴല്ലേ, ഇതാ ഗുജറാത്തിൽ അത്ഭുതം കാണിക്കുന്ന ഒരു മനുഷ്യൻ ഇതാ കഴിഞ്ഞ 10 വർഷമായി അവിടെ ഇതാ അത്ഭുതങ്ങൾ കാണിക്കുന്നു. 4 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിന് കൂടെ ചേർന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോയപ്പോൾ ആരും കുറ്റം പറഞ്ഞില്ല. സഹാവ് പിണറായി വിജയൻ പോലും പറഞ്ഞു, അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഉദ്ദേശം ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ കണ്ണന്താനം പൊയ്ക്കോട്ടെ എന്നാണ് സഹാവ് പിണറായി വിജയൻ. ഇന്നും എന്റെ നല്ല സുഹൃത്തായി പിണറായി വിജയൻ പറഞ്ഞതാണ്, ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി ഇതാ ഡൽഹിയില് ആ മനുഷ്യൻ ഇതാ 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുന്നു. ഇതാ പാത വിട്ടുപോയ തീരെയില്ലായ ഒരു ട്രെയിനിനെ ഇതാ റെയിൽവേ പാളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിതാ ആ ട്രെയിൻ ഇപ്പൊ ഇതാ ഓടാൻ തുടങ്ങി, ഇതാ സ്പീഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഏത് ഇന്ത്യക്കാരനും ലോകത്തെവിടെയാണെങ്കിലും തല ഇതാ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കാം. കാരണം എന്താ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി ആയതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു. ഇന്ത്യ ഇതാ ആഗോള ചിത്രത്തിന്റെ നടുക്കോട്ടാക്കി. ഇന്ത്യ ഇതാ ലോക മാപ്പിന്റെ ഇതാ സെൻട്രലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ അത്ഭുത മനുഷ്യൻ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു മനുഷ്യന് ഒരാത്മാഭിമാനം ഉണ്ടാക്കി കൊടുത്തു. ഭാരതീയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്നതാ മോദി കാണിച്ചു കൊടുത്തു. കേരളത്തിൽ പ്രിയപ്പെട്ടവരെ എന്താ നടക്കുന്നത്? ലോകത്തിൽ എവിടെയെങ്കിലും ഇത്രയൊരു നാറിയ ഭരണം പ്രിയപ്പെട്ടവരെ ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടി സാറെ, നിങ്ങൾക്ക് നാണമുണ്ടോ? ഉമ്മൻചാണ്ടി സാറിനും കേരള സർക്കാരിനും അവാർഡ് കിട്ടി. ഏത് അവാർഡാ? യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ്. എന്തിനാ? ജനസമ്പർക്ക പരിപാടിക്ക്. പ്രിയപ്പെട്ടവരെ, നാരായണ, അതെവിടുന്ന് കിട്ടിയാണ് ഉമ്മൻചാണ്ടി സാറിന് ഈ ജനസമ്പർക്ക പരിപാടി എന്നറിയാവോ? UN കിട്ടി. പക്ഷെ എവിടുന്ന് കിട്ടിയെന്ന് പറയാമോ? അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പുസ്തകത്തിൽ. കേരളത്തില് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു പുസ്തകം അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പുസ്തകം, ഇന്ത്യ മാറ്റത്തിന്റെ പുസ്തകം. 1996 ജൂൺ മാസം ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 56-ാമത്തെ പേജ് മുതൽ 60-ാമത്തെ പേജ് വരെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനമാണ് ജനസമ്പർക്ക പരിപാടി. 1989 ഈ ഉമ്മൻചാണ്ടി എന്നാ അധികാരത്തിൽ വന്നത്? എന്നാ 2011 അല്ലേ? 2011 1989 ഞാൻ 88 മുതൽ 91 വരെ ഇവിടെ കളക്ടറായിരുന്നു. 1989 ആദ്യമായിട്ട് സർക്കാർ സ്കൂൾ, വാഴൂർ സർക്കാർ സ്കൂൾ കൊടുങ്ങൂര് ഇത് ആദ്യത്തെ ജനസമ്പർക്ക പരിപാടി നടത്തി. കാനം രാജേന്ദ്രൻ അധ്യക്ഷനായ ജനസമ്പർക്ക പരിപാടി നടത്തി. എന്റെ പുസ്തകത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നടത്തി. നമ്മുടെ ഈ പഞ്ചായത്തിലെ, ഈ താലൂക്കിലെ, കോട്ടയം ജില്ലയിലെ എല്ലാ താലൂക്കിലും എല്ലാ പഞ്ചായത്തിലും 3-4 തവണ ജനസമ്പർക്ക പരിപാടി നടത്തി. ഇവിടെ നിൽക്കുന്ന പ്രായമായ എല്ലാവർക്കും അറിയാം. ആണോ അല്ലയോ? പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി കട്ടെടുത്ത് ഉമ്മൻചാണ്ടി സാർ വന്നപ്പോൾ എന്റെ പരിപാടിയുടെ പേര് ജനങ്ങളിലേക്കെന്നായിരുന്നു. അതിന്റെ പേര് മാറ്റി ജനസമ്പർക്ക പരിപാടി നാട്ട് കട്ടെടുത്ത് ഉമ്മൻചാണ്ടി നടത്തി. ഇതാ UN അയച്ചു കൊടുത്തു. ഇതാ എന്റെ ചിന്തയിൽ വന്ന ആശയമാണ് ഒറിജിനൽ ഐഡിയ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഇതാ യുണൈറ്റഡ് നേഷൻസിലേക്ക് അയച്ചത് അവാർഡ് മേടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനാരാണ്? ഉമ്മൻചാണ്ടി സാറ്. പ്രിയപ്പെട്ടവരെ, നാണമില്ലേ ഉമ്മൻചാണ്ടി സാറ്? ലോകത്തിൽ വേറെ എവിടെയായിരുന്നെങ്കിലും
ഞാൻ പോയി കേസ് കൊടുത്ത് ഉമ്മൻചാണ്ടി സാറിനെ ജയിലിലാക്കണമായിരുന്നു. കാരണം ഇത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ലോകത്തിൽ എവിടെയാണെങ്കിലും വേറെ ആരുടെയെങ്കിലും ആശയം കട്ടെടുത്ത് അവരിങ്ങനെ പറയുകയാണ് ഇതെന്റെ ആശയമാണെന്ന് പറയുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ 10 വർഷം പോയി ജയിലിൽ കിടന്നതിന് ഉമ്മൻചാണ്ടി സാറെ നിങ്ങള് ഈ അൽഫോൺസ് കടന്നാലോ അല്ല എതിരെയല്ലേ കുറ്റം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ 10 വർഷം പോയി ജയിലില് അവിടുത്തെ അറിയണമെന്നായിരുന്നു. പക്ഷെ ആ കേസ് കൊടുത്തില്ല. ഞാൻ അവിടുത്തെ എന്തെങ്കിലും നല്ല കാര്യം ഉമ്മൻചാണ്ടി സാർ ചെയ്തോട്ടെ, ജീവിതത്തില് എന്റെ ആശയം കട്ടെടുത്താണെങ്കിലും ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഉമ്മൻചാണ്ടി സാറെ കള്ള. ഞാൻ ഇവിടെ വെച്ച് വിളിക്കുക, ഈ കാഞ്ഞിരപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് വെച്ച് ഞാൻ വിളിക്കുക, ഉമ്മൻചാണ്ടി സാറെ കള്ള, ഭൂലോക കള്ള ഞാൻ വിളിക്കുന്നു. എനിക്ക് എന്റെ കേസ് കൊടുക്കും സാറേ. നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? ഞാനിതാ നിങ്ങളെ കള്ളാന്ന് വിളിക്കുന്നു, ഭൂലോക കള്ളാന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ കേസ് കൊടുക്കാൻ? എനിക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കാൻ? ഞാൻ നിങ്ങളെ കള്ളാന്ന് വിളിക്കുന്നത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ സിവിൽ കേസ് കൊടുക്കാൻ ഒന്ന് കൊടുക്കാൻ ധൈര്യമുണ്ടോ? ഞാനിതാ ചലഞ്ച് ചെയ്യുന്നു ഉമ്മൻചാണ്ടി സാറേ. ഇതാ വീഡിയോയിലെല്ലാം പിടിക്കുന്നുണ്ട്. ചലഞ്ച് ചെയ്യുന്നു നിങ്ങളെ. ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞോട്ടെ, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു പുസ്തകം വായിച്ചിട്ടില്ല. ഒരു മുഖ്യമന്ത്രി പറയാ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു പുസ്തകം വായിച്ചിട്ടില്ല. സാറ് വായിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സാറേ പറഞ്ഞു നടക്കുള്ളൂ. സാറേ നിങ്ങളുടെ യോഗ്യത എന്താ ഭരിക്കാനായിട്ട്? ഒരു പുസ്തകം പോലും ജീവിതത്തിൽ വായിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളം പോയി ഇത്രയും മുഖ്യമന്ത്രി ഞാനത് 62 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പ്രസംഗിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും പോയിരിക്കുന്നത്. ഇത്രയും ബുദ്ധിയും കഴിവുള്ള ഒരു ജനതയും ഞാൻ ലോകത്തിൽ എങ്ങും കണ്ടിട്ടില്ല. അവിടെ ഭരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൂസ് നമ്പർ 1. ഷെയ്ം ഓൺ യു മിസ്റ്റർ ഉമ്മൻചാണ്ടി, ഷെയ്ം ഓൺ യു. ഇതാ പക്ഷേ കേരളത്തിലൊരു ബുദ്ധിമാനുണ്ട്. കഴിഞ്ഞ 40 വർഷമായി അസംബ്ലിയില് ലോകത്തിലേക്ക് ഏറ്റവും ബുദ്ധിമാൻ എങ്ങനെ കാശുണ്ടാക്കാം, എവിടെ കമന്ന് വീണാലും തിരിഞ്ഞു വീണാലും എങ്ങനെ വീണാലും കാശുണ്ടാക്കാമെന്ന് അറിയാവുന്ന ഒരു മഹാബുദ്ധിവീരൻ KM മാണി സാറ്. ഇന്നിതാ കേരളത്തിന്റെ ഏത് പത്രമെടുത്താലും അവരെ UDF-നെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് പത്രമെടുത്താലും എന്താ മാണി സാർ ഇതാ കോടിക്കണക്കിന് മേടിച്ചിരിക്കുന്നു. ഇതാ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന രേഖയിൽ എന്താ കാണിക്കുന്നത്? എന്താ ബാർ അസോസിയേഷന്റെ ഉടമകളുടെ ഇതാ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടുത്തെ സകല ചർച്ചയുടെ വിശദാംശങ്ങളുള്ള രേഖയാണ് ഇതാ വിജിലൻസ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മുഴുവൻ ചർച്ച ചെയ്തിരിക്കുന്നു. മാണി സാർ ഇത്ര കോടി ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഇത്ര കോടി രൂപ തരണം. ഇതാ ഓരോരുത്തർക്ക് വിഭജിച്ചു കൊടുത്തിരിക്കുക. അതിനകത്ത് എന്റെ ബന്ധുക്കാരും ഉണ്ടെന്ന് വെച്ചോ? ഉണ്ട്, അറിയാമല്ലോ. ഞാൻ പറയുന്നില്ല ആരാണെന്ന്. എന്റെ ബന്ധത്തിലുള്ള ഒരാൾ പാറ നടത്തുന്നുണ്ട്, അവരുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ആരാണ്. ഇത് കണ്ടുപിടിക്കാം, വളരെ എളുപ്പ. ഇവിടെ അടുത്ത് തന്നെയാ. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും സംശയമുണ്ടോ മാണി സാർ ഇത്ര കോടി രൂപ മേടിച്ചതാണെന്ന്? സംശയമുണ്ടോ? ആർക്കും, ലോകത്തിൽ ആർക്കും സംശയമില്ല. ഉമ്മൻചാണ്ടി സാറിന് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു രാജ്യം. മാണി സാറേ, ഒരു ചെരുപ്പുമില്ലാത്ത ഒരു കുട്ടി മരങ്ങാട്ട് പള്ളിയിൽ നിന്ന് കുറവലഞ്ഞാട് വരെ നടന്നു പോയിരുന്ന ആ കുട്ടി പഠിച്ച് ലോയൊക്കെ പാസ്സായി രാഷ്ട്രീയത്തിലേക്ക് വന്ന് നല്ല കാര്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി. കേരള കോൺഗ്രസ്. ഞാനൊരു ക്രിസ്ത്യാനിയാ, സുറിയാനി ക്രിസ്ത്യാനിയാ. മാണി സാറേ, കാഞ്ഞിരപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് സുറിയാനി ക്രിസ്ത്യാനിയുടെ ഒരാളെന്ന് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ സുറിയാനി ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ, പള്ളിക്ക് വേണ്ടിയോ, നിങ്ങൾ കേരളത്തിന് വേണ്ടിയോ നിങ്ങളൊരു കൊച്ചു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? കേരളം ഞങ്ങൾ വിടട്ടെ, നിങ്ങളെ ക്രിസ്ത്യാനിയുടെ പാർട്ടി എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അച്ഛന്മാരോടും ബിഷപ്പാരോടും നിങ്ങൾ പോയി എന്ന് പറയുന്നതാ. ഞങ്ങളെ ക്രിസ്ത്യാനിയുടെ പാർട്ടി. നിങ്ങൾ ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ സുറിയാനി ക്രിസ്ത്യാനിക്ക് വേണ്ടിയെങ്കിലും ഒരു കൊച്ചു കാര്യം ചെയ്തിട്ടുണ്ടോ? കേരള ജനതയെ ഇവിടെ മാണി സാറേ, 40 വർഷം നിങ്ങൾ കൊള്ളയടിച്ചില്ലേ കേരളത്തില്? 40 വർഷം. പാവപ്പെട്ട കർഷകൻ കണ്ടില്ലേ? റബ്ബർ വെട്ടുന്നുണ്ടോ? കാഞ്ഞിരപ്പള്ളി റബ്ബറിന് വിലയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ചത്തുപോകില്ല. എങ്ങനെയാ റബ്ബറിന് വിലയില്ലാതായത്? 3 ലക്ഷം ടണ്ണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 3 ലക്ഷം ടൺ റബ്ബർ ചുങ്കമില്ലാതെ ഇറക്കുമതി ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 ലക്ഷം ടണ്ണ്. വർഷങ്ങളായി ഇവിടുത്തെ കർഷകർ പറഞ്ഞു ചുങ്കം ഏർപ്പെടുത്തണം. ഇല്ല, ചിദംബരം സമ്മതിച്ചില്ല. 3 ലക്ഷം ടൺ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ചുങ്കം ഏർപ്പെടുത്തി. വല്ല കാര്യമുണ്ടോ? ആ സ്റ്റോക്ക് മുഴുവൻ ഇപ്പോഴും 2 ലക്ഷം ടൺ ഇരിക്കുക. ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മുഴുവൻ 3 ലക്ഷം ടൺ ഇറക്കുമതി ചെയ്തപ്പോൾ പറഞ്ഞു ഓക്കെ ഇനി ചുങ്കം ഏർപ്പെടുത്താം. വല്ല കാര്യമുണ്ടോ?
പ്രിയപ്പെട്ടവരെ, കർഷകരെ പറ്റി ചിന്തിക്കാത്ത മാണി സാറേ, എങ്ങനെയാണ് ഈ റബ്ബർ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടായി സാധാരണ കൃഷി ഉൽപ്പന്നങ്ങളെ പോലെ എന്തുകൊണ്ടാണ് റബ്ബർ നമുക്ക് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താൻ പറ്റാത്ത? എന്തുകൊണ്ടാണ്? 30% ഏർപ്പെടുത്താൻ പറ്റുള്ളൂ മാക്സിമം. കാർഷിക ഉൽപ്പന്നമായിരുന്നെങ്കിൽ നമുക്ക് 100% വരെ നമുക്ക് ഇതിനെ ചുങ്കം ഏർപ്പെടുത്തായിരുന്നു. എന്തുകൊണ്ടാണ് റബ്ബറിന് ചുങ്കം ഏർപ്പെടുത്താൻ പറ്റാത്തത്? ലളിതമാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ടുള്ള നമ്മുടെ കരാർ അനുസരിച്ച് റബ്ബർ എന്താണെന്നറിയോ? ഒരു കാർഷിക ഉൽപ്പന്നമല്ല, ഇത് ഒരു വ്യവസായ മേഖലയിലെ ഒരു ഇൻപുട്ടാണ്, സംസ്കൃത വസ്തുവാണ് ഒരു വ്യവസായ മേഖലയില്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? അവിടെ ഏറ്റവും കൂടുതൽ ചുങ്കം ഏർപ്പെടുത്താൻ പറ്റുന്ന 30%. കാർഷിക ഉൽപ്പന്നമായിരുന്നെങ്കിൽ 100% ചുങ്കം നമുക്ക് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഏർപ്പെടുത്തായിരുന്നു. പ്രിയപ്പെട്ട മാണി സാറ് ഭരിക്കുമ്പോഴാണ് നമ്മൾ WTO ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. മാണി സാർ അറിഞ്ഞില്ലേ? കാഞ്ഞിരപ്പള്ളിയിലേക്ക് 4 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നത് എന്തുകൊണ്ടാ? ഈ മനുഷ്യനെ കൊല ചെയ്യുന്ന ഇവിടെ അവസാനിപ്പിക്കണം മാണി സാറേ. UDF അവസാനിപ്പിക്കണം. ഇതിവിടെ കൊണ്ട് പറ്റൂല. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് സരിതയ്ക്കും അതുപോലെയുള്ള ആൾക്കാർക്ക് നെരുങ്ങാനുള്ള സ്ഥലമല്ല. ചെറുപ്പക്കാര് വാളെടുക്കും. ഇവിടുത്തെ വാള് മറ്റേ വാളല്ല, ഞങ്ങൾക്ക് വാളുകൾ വേണ്ട. ഞങ്ങളുടെ ബുദ്ധിമതി, ഞങ്ങളുടെ മനസ്സുമതി എന്ന് ഓർത്തോണം മാണി സാറേ. ഇതൊരു തുടക്കമാണ്. ചൊവ്വാഴ്ച ഞങ്ങൾ തുടങ്ങുക. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ രാജ്യത്തെ ഒന്ന് മോചിപ്പിക്കണേ. കാരണം ഞാൻ 5-6 വർഷം മുമ്പായിട്ട് ഞാൻ ഇവിടെ പോയി സാങ്ഷനാക്കിയ ബൈപ്പാസ് എവിടെ പോയി? എവിടെയാ നിങ്ങളുടെ MLA ആരാ? ഞാനിവിടെ ആരോടോ ചോദിച്ചു, നിങ്ങളുടെ MLA എവിടെ പോയി? ഏത് MLA? ഇല്ല. ഏത് MLA? അപ്പുറത്തൊരു MLA ഉണ്ട്, എല്ലാ ദിവസവും TV-യിലുണ്ട്. ഇന്ന് ആ MLA ആരോടോ പറഞ്ഞു തൊട്ട് മാണി സാർ രാജിവെച്ച് പോകണം, ഞാനിതിന്റെ ഭാഗമല്ല. എനിക്കറിഞ്ഞുകൂടാ. ഇതൊക്കെയാണോ രാഷ്ട്രീയം? പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയം എന്നോട് ശുദ്ധീകരിക്കണ്ടേ? ഞാൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയല്ലേ കാഞ്ഞിരപ്പള്ളി MLA ആയത്? നമ്മൾ 4-4.5 വർഷം 5 വർഷം ഒരു സംസ്കൃത രാഷ്ട്രീയം കൂടെ നടത്തിയില്ലേ? എന്തുകൊണ്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു പോകണ്ട? ഞാൻ വരികയല്ല, നിങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഞാനീ പറഞ്ഞുകൊണ്ട് അൽഫോൺസ് കണ്ണന്താനം നാളെ MLA ആയിട്ട് ഇവിടെ തിരിച്ചു വരാൻ പോകുന്നതൊക്കെയല്ല. ഇവിടുത്തെ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങിത്തിരിച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, എന്റെ കാഴ്ചപ്പാട് കേരളം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരുടെ ഏറ്റവും നല്ല മനുഷ്യരുടെ നാടാണ്. അത് ഏറ്റവും നല്ല മനുഷ്യരുടെ നാടാണ് ഈ കാഞ്ഞിരപ്പള്ളി. ഇവിടുന്ന് ഈ വിപ്ലവം തുടങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.